ആത്മാവിനെ വെടിയാൻ ആർക്കും പറ്റില്ല. കാരണം ആത്മാവിനെ അത് നമ്മൾ ഒരുപാട് ആചാര്യന്മാർ തന്നെ അതിനെ മുറിപ്പെടുത്താനോ തിരിച്ചറിയാനോ ഒന്നും പറ്റാത്ത ഒന്നാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ നിലനിൽക്കുന്നത് ശരീരം കൊണ്ടാണ്. അപ്പോൾ അങ്ങയുടെ ശരീരം വിട്ട് കഴിഞ്ഞാൽ ആ ആത്മാവ് അവിടെയുണ്ട്. പക്ഷേ ആത്മാവിനെ ആരും അവിടെ നോക്കിയിട്ട് അങ്ങയുടെ പേര് വിളിക്കാറില്ല. ശരീരമാണ് തിരിച്ചറിയുന്നത്. ഭാരതത്തിൽ ഒരു ഘട്ടത്തിൽ ധർമ്മം വല്ലാതെ ക്ഷയിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത്, ധർമ്മത്തിൻ്റെ പേരിൽ അധാർമികത വിളയാടിയിരുന്ന കാലത്ത് ധർമ്മത്തെ സ്വന്തം ജ്ഞാനശക്തി കൊണ്ട് പുനരുദ്ധാനം ചെയ്ത മഹാത്മാവാണ് ശങ്കരാചാര്യർ. നമസ്തേ സ്വാമിജി. നമ്മൾ ഇപ്പോൾ ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു വലിയ ഹിസ്റ്ററിയും കൂടെ അതിൽ വരുന്നുണ്ടല്ലോ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ അതിൽ ഉറപ്പായിട്ടും ആ വ്യക്തികളുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെ ഇതാണ്. പക്ഷേ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു വിഷയം, ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഭൂമിയാണ് കേരളമെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം ഇവിടെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് വേണ്ടത്ര എന്നല്ല, തീരെ തന്നെ അറിവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആത്മനും ബ്രഹ്മനും മായാം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് എന്തൊക്കെയോ വേറെ മന്ത്രവാദവും തന്ത്രവും ഒക്കെ ആണെന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണെന്നും ആത്മീയത എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു കാര്യമാണെന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല. അതെന്തുകൊണ്ടാണ് ശങ്കരാചാര്യർക്ക് വേണ്ടത്ര ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ഈ അദ്വൈത ഫിലോസഫി ആളുകളിലേക്ക്, കേരളത്തിലുള്ളവരിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ളവരിലേക്ക് അത് എത്താതെ പോയത്? അദ്വൈത ഫിലോസഫി കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും വളരെ ചുരുക്കം പേരിലേക്ക് എത്തുള്ളൂ. അത് വേദാന്തമാണ്. വേദാന്തം എത്തിച്ചേരേണ്ടത് വളരെ ചുരുക്കം ചില ആളുകളിലേക്ക് മാത്രവുമാണ്. കാരണം സാധാരണ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ, വ്യവഹാരിക ജീവിതത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തലത്തിലുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ന്യൂറോ സയൻസ് അറിയേണ്ടത് ഒരു ന്യൂറോ സർജന് മാത്രമാണ്. എല്ലാവരും അറിയുകയും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നമുക്ക് അത്തരം എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ആ ആളെ പോയി കാണുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പം അത് അദ്വൈതം എന്ന് പറയുന്നത് അത് ആ തലത്തിൽ മനസ്സിലാക്കാൻ വാസനയുള്ള, താല്പര്യമുള്ള അല്ലെങ്കിൽ ആളുകൾ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്കിവിടെ ശങ്കരാചാര്യ ജന്മഭൂമിയിൽ ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു വലിയ മഹാത്മാവ് ഈ ദേശത്ത് ജന്മം എടുത്തു, അതിൻ്റെ ഒരു സ്മൃതി, ആ മഹാത്മാവ് സഞ്ചരിച്ച വഴികൾ. ഇപ്പോൾ ആചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ള ചോദ്യത്തിന് പറയുന്നത് ഈ സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ എന്നാണ്. അത് എത്തിച്ചേർന്ന ആളോ കൂടുതൽ കൃത്യതയോട് കൂടിയിട്ട് നിഷ്ഠകൾ ചെയ്യണം. കാരണം എത്തിച്ചേർന്ന ആളുകളെയാണ് ലോകം മാതൃകയാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു വലിയ മഹാപുരുഷൻ, ആ മഹാത്മാവിൻ്റെ കുറിച്ച് ഉള്ളൊരു പ്രചാരം അല്ലെങ്കിൽ ആ മഹാത്മാവിന് വേണ്ടൊരു ആദരവ് ആ ജന്മദേശം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട കാര്യമാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇല്ലാത്തതുമാണ്. അത് ഈ ഇടക്കാലത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നൊരു സമയത്ത് കേരളത്തിൽ വന്ന ഒരു നിഷേധാത്മക ചിന്തയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതായിപ്പോയത്. ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ശങ്കരാചാര്യരും സംസ്കൃതവും ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ട്. അത് ഇടക്കാലത്ത് നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ വന്ന ഒരു നിഷേധാത്മകതയുടെ പ്രതിഫലനമാണ്. പക്ഷെ അത് ആളുകളുടെ അറിവിലേക്ക് ശങ്കരാചാര്യർ എന്ന് പറയുന്ന ശ്രീ ശങ്കരാചാര്യർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി വളരേണ്ട സമയമായില്ലേ? അല്ലെങ്കിൽ അനിവാര്യത അല്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഈ ധാർമ്മികരായിട്ടുള്ള എല്ലാ വ്യക്തികളും ആ ആചാര്യസ്ഥാനത്തെ വീണ്ടും വീണ്ടും മാനിക്കാനുള്ള. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊന്നിനെ മാനിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്തുടർച്ചകളിൽ കൂടെയാണ്. അതെ. അപ്പോൾ ആചാര്യസ്വാമികൾ എന്താണ് അദ്വൈതത്തെ സ്ഥാപിച്ചു എന്നോടൊപ്പം തന്നെ ഭാരതത്തിലെ സന്യാസി പരമ്പരയുടെ മുഴുവൻ ആചാര്യനാണ്. അപ്പോൾ ഇന്നത്തെ ശങ്കരൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന സന്യാസിയാണ്. ആ സന്യാസിയെ ആദരിച്ചുകൊണ്ടാണ്, ആ സന്യാസിയുടെ സംസ്കാരത്തെ, ആ സന്യാസിയുടെ സമ്പ്രദായത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആചാര്യസ്വാമികളെ ആദരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ സന്യാസിമാരിലൂടെയുള്ള സന്യാസിമാരുടെ ഉപദേശത്തിലൂടെയുള്ള സംസ്കൃതിയെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ആ ആചാര്യ സ്മൃതിയെ വീണ്ടെടുക്കേണ്ടത്. അതൊരു അനിവാര്യത തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പം ഈ സന്യാസി സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സംശയമാണ്. അപ്പം ഈ നമ്മുടെ ഒരു സന്യാസിയാവുന്ന ഒരാൾ പലതും വെടിഞ്ഞാണല്ലോ സന്യാസത്തിലേക്ക്
എത്തുന്നത്, ആ മാർഗത്തിലേക്ക് എത്തുന്നത്. ആത്മാവിന് എന്തുകൊണ്ട് വെടിയുന്നില്ല? ആത്മാവാണോ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ എൻജിൻ എന്ന് പറയുന്നത്? അല്ല, അതായത് ആത്മാവിനെ വെടിയാൻ ആർക്കും പറ്റില്ല. കാരണം ആത്മാവിനെ അത് നമ്മൾ ഒരുപാട് ആചാര്യന്മാർ തന്നെ അതിനെ മുറിപ്പെടുത്താനോ തിരിച്ചറിയാനോ ഒന്നും പറ്റാത്ത ഒന്നാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ നിലനിൽക്കുന്നത് ശരീരം കൊണ്ടാണ്. അപ്പോൾ അങ്ങയുടെ ശരീരം വിട്ട് കഴിഞ്ഞാൽ ആ ആത്മാവ് ഉണ്ട്, അവിടെയുണ്ട്. പക്ഷേ ആത്മാവിനെ ആരും അവിടെ നോക്കിയിട്ട് അങ്ങയുടെ പേര് വിളിക്കാറില്ല. ശരീരമാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ശരീരത്തെ പ്രതീകാത്മകമായിട്ട് വെടിയുന്നുണ്ട്. അതായത് വിരജാഹവനം എന്ന് പറയുന്നതിലൂടെ ശരീരത്തെ സ്വയം ഭസ്മമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പേരടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ തീർന്നു പോകുന്നത്. ആ വ്യക്തി അവിടെ ഒരു തരത്തിൽ അന്തരിച്ചു. അതേസമയം ഈ ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതാത്മകമായിട്ടുള്ളൊരിതിനെ അതിനെ ഇല്ലാതാക്കലല്ല, അതിനെ ധർമ്മ മാർഗത്തിൽ മാത്രം ചരിക്കലാണ് എന്നുള്ളത് കൊണ്ട് ആ ശരീരത്തിന് അതിൻ്റെ പ്രകൃതി നിശ്ചയിച്ച കാലം വരേക്കും. കാരണം പ്രകൃതിയുടെ ഒരു നിയമത്തിനും സന്യാസി എതിരല്ല, പ്രകൃതിയുടെ ഒരു ഇച്ഛയ്ക്കും സന്യാസി എതിരല്ല. അപ്പോൾ അത് എത്രത്തോളമാണോ പ്രകൃതിയുടെ സൃഷ്ടിയായിട്ടുള്ള ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം കൊണ്ടു നടക്കാൻ പ്രകൃതി ഇച്ഛിക്കുന്നത് അത്രത്തോളം കാലം അതിനെ തുടർത്താൻ സന്യാസി സാക്ഷിയായി നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അത് മനസ്സിലായി. ഇപ്പം ശങ്കരാചാര്യരുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആചാര്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും അറിയില്ല അദ്ദേഹം ആരാണെന്ന്. നമുക്ക് കേരളത്തിലുള്ളവരോട് അങ്ങേക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ അദ്ദേഹത്തെ ശ്രീ ശങ്കരാചാര്യരെന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയുക? ഭാരതത്തിൽ ഒരു ഘട്ടത്തിൽ ധർമ്മം വല്ലാതെ ക്ഷയിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത്, ധർമ്മത്തിൻ്റെ പേരിൽ അധാർമികത വിളയാടിയിരുന്ന കാലത്ത് ധർമ്മത്തെ സ്വന്തം ജ്ഞാനശക്തി കൊണ്ട് പുനരുദ്ധാനം ചെയ്ത മഹാത്മാവാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അദ്വൈതമാണോ? അല്ല, അദ്വൈതം ശങ്കരാചാര്യർക്ക് മുമ്പേ ഉള്ളതാണ്. അതെ, അതിൻ്റെ ഒരു ഫിലോസഫർ. അല്ല, അതായത് നമ്മുടെ ശ്രുതിയുടെ സത്തയാണ്, അതായത് വേദാന്തമാണ് അദ്വൈതം, എല്ലാം ഒന്നാണ് എന്നുള്ള ആ തെളിച്ചത്തെ കൂടുതൽ ഉറപ്പിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ധർമ്മം ക്ഷയിച്ചപ്പോൾ, ധർമ്മത്തിൻ്റെ പേരിൽ അധർമ്മം വിളയാടി തുടങ്ങിയപ്പോൾ ജ്ഞാനശക്തി കൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച മഹാത്മാവാണ് ശങ്കരാചാര്യർ.